ഹലോ പീപ്പിൾ, ദീപൻ ഷോർട്ട് മൂവി റിവ്യൂയിലേക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. റിവ്യൂയിലേക്ക് പോകാം. 2024 മാർച്ച് 21 ഡഗ് ലീമൻ സംവിധാനം ചെയ്ത് ആമസോൺ പ്രൈം വീഡിയോ വഴി ഡയറക്റ്റായിട്ട് OTT റിലീസ് ചെയ്ത സിനിമയായിരുന്നു റോഡ് ഹൗസ്. കേന്ദ്ര കഥാപാത്രമായിട്ട് എത്തിയിരിക്കുന്നത് ജാക്ക് ഗിലിൻഹലും പിന്നെ കോർണറുമാണ്. കോർണർ ഈ സിനിമയിൽ വില്ലനായിട്ട് അഭിനയിക്കുന്നതിന് വേണ്ടി 100 കോടി രൂപയാണ് പ്രതിഫലമായിട്ട് വാങ്ങിയത്. ആദ്യമായിട്ടാണ് ഒരു നടൻ 100 കോടി രൂപ പ്രതിഫലം വാങ്ങുന്നത്. കാരണം ഇതിനു മുമ്പേ റോക്കായിരുന്നു 2001 40 കോടി രൂപയാണ് പ്രതിഫലമായിട്ട് വാങ്ങിയത് വില്ലനായിട്ട് അഭിനയിക്കാൻ വേണ്ടി. അപ്പോൾ ആ റെക്കോർഡാണ് ഇവിടെ പൊട്ടിച്ചിരിക്കുന്നത്. സിനിമയുടെ ഒരു വൺ ലൈൻ സ്റ്റോറി എന്ന് പറയുന്നത് ഒരു റോഡ് ഹൗസിനെ സംരക്ഷിക്കണം. റോഡ് ഹൗസ് എന്ന് പറയുമ്പോൾ ഒരു കടയുടെ പേരാണ്, അതൊരു ബാറാണ്. ആ ബാറിൽ ഒരുപാട് വില്ലൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ ഒരു ഗുണ്ടകളൊന്ന് ചുമ്മാ ആക്രമിച്ച് കടയിൽ ഭയങ്കര ശല്യമായതുകൊണ്ട് മുൻ UFC ഫൈറ്ററായ എൽവോർഡിനെ വിളിക്കുകയാണ്. അതാണ് നമ്മുടെ ജേക്ക്. അപ്പം അയാളുടെ പറയാണ് ഈ ഗുണ്ടകളൊന്നും തുരത്തുതരാൻ. അയാൾ അതേപോലെ ആ പണി ഏറ്റെടുത്ത് തുരത്തുകയും ചെയ്തിരുന്നു. ആ ഗുണ്ടകൾ നേരെ വേറൊരു UFC ഫൈറ്ററിനെ വിളിക്കുകയാണ്. അത് നമ്മുടെ കോർണറാണ്. അപ്പോൾ ഈ ജാക്ക് വേഴ്സസ് കോർണറിൻ്റെ ഒരു ഫൈറ്റാണ് കാണാൻ പോകുന്നത്. കാരണം കിടിലം ഫൈറ്റാണ്. അതൊക്കെ അത്രയുള്ള സിനിമയുടെ സ്റ്റോറി ലൈൻ എന്ന് പറയുന്നത് ഒന്ന് പ്രൊട്ടക്ഷൻ ചെയ്യുക. പക്ഷേ കിടിലം കഥയെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പക്ഷേ ഈ സിനിമയിൽ പോരായ്മ എന്ന് പറയുന്നത് ഇതിൽ അത്ര ആക്ഷൻസ് ഇല്ല, കുറച്ചേ ഉള്ളൂ. ഞാനൊരു ഗംഭീര ആക്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞാണ് സിനിമ കണ്ടത്. എനിക്ക് ചെറിയ നിരാശ തോന്നിയായിരുന്നു. എനിക്കൊരു ആവറേജ് ആയിട്ടാണ് ഈ മൂവി എനിക്ക് തോന്നിയത്. എൻ്റെ എക്സ്പെക്റ്റേഷൻ, എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്, നിങ്ങളുടെ അല്ല. ജസ്റ്റ് എന്ന് വെച്ചാൽ ഈ ആക്ഷൻസ് ഉണ്ട്, പക്ഷേ ആ എടുത്തേക്കുന്ന ആക്ഷൻസ് എല്ലാം ഗംഭീരം തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഫുൾ ഓൺ ഫുൾ ആക്ഷൻ അല്ല ഈ സിനിമ. പിന്നെ ഈ ഇടിച്ചാൽ പറന്നോടെ ഇടിയൊന്നുമില്ല, പറഞ്ഞിട്ടൊക്കെയാണ് ഈ നായക ഇടിക്കുന്നത് ഓരോരുത്തരെ. കാരണം വെച്ചാൽ തൊട്ടടുത്ത് ഹോസ്പിറ്റലുണ്ടെന്ന് നിൻ്റെ മൂക്ക് പിടിച്ച് പൊട്ടിക്കും, അതുപോലെയൊക്കെ പറഞ്ഞിട്ടാണ് ഇടിക്കുന്നത്. അതൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് ഫീൽ ചെയ്തു. പിന്നെ ജേക്കിൻ്റെ അഭിനയം എന്ന് പറയുന്നത് ഒരു വെറൈറ്റി ടോപ്പിക്സൊക്കെയാണ് അതൊക്കെ എടുക്കുന്നത്. ഏതൊരു സിനിമയിൽ വന്നാലും ഒരു വെറൈറ്റി പിടിക്കാൻ നോക്കുന്ന ഒരു നായകനോടാണ് ഈ ജേക്ക് എന്ന് പറയുന്നത്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ എനിക്ക് റോഡ് ഹൗസ് മൂവിയെക്കുറിച്ച് പറയാനുള്ളത്. കിടില ആക്ഷൻ സീക്വൻസ് ആണ്, പക്ഷേ ആക്ഷൻ കുറഞ്ഞു എന്നുള്ളൊരു നിരാശ മാത്രമേ എനിക്കുള്ളൂ. എല്ലാവർക്കും ഈ സിനിമ ഇഷ്ടപ്പെടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ഒരു മൈൻഡ് സെറ്റ് പോലെ ഇരിക്കും. അപ്പം ഇതൊരു വൺ ടൈം വാച്ചബിൾ മൂവിയാണ്. എന്തായാലും റിപ്പീറ്റ് വാച്ചബിൾ മൂവിയില്ല, വൺ ടൈം വാച്ചബിൾ മൂവി. കാണാത്തവരുണ്ടെങ്കിൽ ആമസോൺ പ്രൈം വീഡിയോ വഴി അവൈലബിൾ ആണ്. ചെന്ന് കയറി കണ്ടുപോകുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടതിന് നന്ദിയുണ്ട്.